ഭൂമിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശുക്രിസ്തു ഉപമകളിൽ കൂടെയാണ് പഠിപ്പിച്ചത്. യേശുവിൻ്റെ ഉപമകൾ സന്ദർഭമനുസരിച്ച് അതേ നിമിഷത്തിൽ തന്നെ യേശുവിൻ്റെ സർഗാത്മകതയുടെ പാരമ്പര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട കഥകളിൽ കൂടെ അമർത്യമായ സത്യങ്ങൾ, എക്കാലത്തും മനുഷ്യർക്ക് പ്രയോജനം വരുന്നതിനും ഒരു കാലത്തും കാലഹരണപ്പെട്ടു പോകാത്തതുമായ നിത്യസത്യങ്ങൾ മനുഷ്യജാതിയുടെ ആകമാനമായ അനുഗ്രഹത്തിനു വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപമകൾ. അതുപോലെയുള്ള സർഗാത്മകത എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചിന്തയ്ക്ക് വിധേയമാക്കി അവയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ സ്നേഹിക്കുന്ന ഏവരുമായി പങ്കിടുക എന്നതാണ് എൻ്റെ ശ്രമം. അപ്പോൾ ഇന്ന് ഭൂമിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. വളരെ ലളിതമായ കാര്യങ്ങളാണ് ഇത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു പ്രയാസവുമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം. ആദ്യമായി നാം അറിയുന്നത് പോലെ ഭൂമി ഗോളാകൃതിയിലാണ്. അത് വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ കാണുന്നതിന് വിപരീതമായൊരു സത്യമാണ്. നമ്മൾ കണ്ടാൽ ഭൂമിയുടെ പരപ്പ് അത് അനുസരിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഗോളമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വളരെ നൂറ്റാണ്ടുകൾ മനുഷ്യൻ ശ്രമിച്ചിട്ടാണ് ഭൂമി ഗോളാകൃതിയിലാണ് എന്ന ഒരു കാര്യം കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രകടമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് നാം ചിന്തിക്കരുത്. ഇതിനപ്പുറത്തുള്ള സാധ്യതകൾ വിശാലമായ തോതിൽ നാം ചിന്തിച്ചാൽ നാം ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ സാധ്യതകളുണ്ട്. അവയും കൂടെ കണക്കിലെടുത്താൽ മാത്രമേ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഈ ഭൂമിയുടെ ഗോളാകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. രണ്ടാമത്, ഭൂമി ഗോളാകൃതിയിലായതുകൊണ്ടാണ് ഈ കാലങ്ങളുടെ വ്യത്യാസം, സീസൺ സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ഇങ്ങനെയുള്ള കാലം, ഉഷ്ണകാലം, ശീതകാലം, അങ്ങനെയുള്ള വ്യത്യാസം വരും. അപ്പോൾ മാത്രമല്ല അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കറങ്ങാൻ ഒക്കുന്നത് തന്നെ ഭൂമി ഗോളാകൃതിയിലായതുകൊണ്ടാണ്. ഇപ്പം ചതുരം അല്ലെങ്കിൽ ദീർഘചതുരത്തിൻ്റെ ആകൃതിയിലാണെങ്കിൽ കറങ്ങാൻ പ്രയാസമാണ്, കറങ്ങാൻ അസാധ്യമാണ്. കാരണം ഗോളാകൃതി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ അത് ഏറ്റവും കുറച്ച് ഫ്രിക്ഷൻ അതിൻ്റെ പുറത്ത് വരത്തക്കവണ്ണമുള്ള ഒരു സ്വഭാവമാണ്. ദ സ്ഫെറിക്കൽ ഷേപ്പ് റിഡ്യൂസസ് ഫ്രിക്ഷൻ ടു ദ മിനിമം. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ സാധിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ വൈവിധ്യങ്ങൾ ആർക്കും ഒരിക്കലും തുടച്ചു മാറ്റുവാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് സൃഷ്ടിയുടെ അനിവാര്യ ഘടകമാണ് എന്നൊരു തിരിച്ചറിവ് നാം ഭൂമിയെ നോക്കിയാൽ മനസ്സിലാകും. അത് ഭൂമിയുടെ ഓരോ ജീവജാലങ്ങൾ, എത്ര ലക്ഷക്കണക്കിന് തരത്തിലുള്ള ചെടികൾ, പച്ചക്കറികൾ. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം, ഏതാണ്ട് 4000-ൽ പരം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൈവിധ്യം എത്ര വലുതാണ്. എത്രയോ സ്പീഷീസ് മണ്ണടിഞ്ഞു പോയി. എന്നിട്ടും ഈ ഭൂമിയുടെ പരപ്പിൽ ഇത് വൈവിധ്യങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്. പ്രകൃതി വൈവിധ്യങ്ങളുടെ ഉത്സവമാണ്. പക്ഷേ ഇതൊക്കെ മറന്നിട്ടാണ് മനുഷ്യൻ ഹോമോജിനിറ്റി, ഒന്ന് മാത്രമേ പാടുള്ളൂ,
ഒരു മതം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം. എന്നാൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു പ്രത്യേക ശാസ്ത്രത്തെയോ കുറ്റം പറയുകയല്ല. മതങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരേ തരത്തിലുള്ള ആളുകൾ, മതത്തിനുള്ളിലുള്ള വിഭാഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം മർത്തോമക്കാർ ഒരുപോലെ ആയിരിക്കണം, എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പുകഞ്ഞ പുള്ളി പുറത്ത്. സേസേക്കാർ ഇങ്ങനെ തന്നെ ആയിരിക്കണം, വ്യത്യസ്തപ്പെട്ടോ പുകഞ്ഞ പുള്ളി പുറത്ത്. കത്തോലിക്കർ അങ്ങനെ തഥൈവ തഥൈവ തഥൈവ. ഇതെല്ലാം ജീവൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് ദൈവദത്തമാണെന്ന് നാം വിചാരിക്കുകയാണ്. അതിനേക്കാൾ വലിയ മണ്ടത്തരം നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയും. എല്ലാം ഒന്നുപോലെ ആകുന്നതാണ് നല്ലത് എങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ഭ്രാന്ത് വന്നു പോകും. ജീവിതം ആനന്ദകരമാക്കുന്നത്, മനോഹരമാക്കുന്നത് ഈ ഭൂമിയുടെ വൈവിധ്യങ്ങളാണ്, വൈരുദ്ധ്യങ്ങളും കൂടെയാണ്. എല്ലാം ഒന്നുപോലെയാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഇപ്പം നിങ്ങൾ ആഹാരം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ മേശയുടെ പുറത്ത് 10 പാത്രങ്ങളിൽ ചോറ് മാത്രം വെച്ചിരിക്കുക. ഈ ചോറ് കൂട്ടി ആ ചോറ് കഴിക്കുക, ആ ചോറ് കൂട്ടി മറ്റേ ചോറ് കഴിക്കുക, മറ്റേ ചോറ് ഒഴിച്ച് ഈ ചോറിലോട്ടൊഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? അങ്ങനെ പറയണമെങ്കിൽ ഭ്രാന്ത് വേണ്ടേ? ഇതൊക്കെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഒരേ ഒരു വിധത്തിൽ മാത്രം, അത് കുരിശ് വരയ്ക്കുന്നത് പോലും, ബാറയ്ക്ക് മുറൻ അടിക്കുന്നത് പോലും, എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നതുപോലും ഒരുപോലെ ആയിരിക്കണം. അല്പം പോലും വ്യത്യാസം വന്നു പോയി തീർന്നു. ഇത് വാസ്തവത്തിൽ നാം എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഭ്രാന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ്. ഇതാണ് തനി ഭ്രാന്ത്, മുഴുവൻ ഭ്രാന്താണിത്. എല്ലാവരും തുല്യ ഭ്രാന്ത് ആയിരിക്കുമ്പോൾ ഭ്രാന്താണ് നോർമൽസി എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് നാം ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അല്പം വ്യത്യസ്തമായി യാഥാർത്ഥ്യബോധമുള്ളവർ ഇത് ഭ്രാന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ ഭൂമിയെ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. മതപണ്ഡിതന്മാരെ നോക്കിയാൽ മനസ്സിലാകില്ല. നമ്മുടെ നല്ല വേഷഭൂഷാദിലിട്ട് നടക്കുന്ന പരിശുദ്ധന്മാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ രസമെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഒരു അച്ഛൻ്റെ വേഷവും തിരുമേനിയുടെ വേഷവും അല്ലെ മെത്രാൻ്റെ വേഷവും തമ്മിൽ വ്യത്യാസം എന്നാണ് വേണ്ടത്? അങ്ങനെയാണ് ഒരേ വേഷം ഇട്ടാൽ അതുപോരാ. എന്താണ് ഒരു പുരോഹിതന് സാധാരണ വിശ്വാസി ഇടുന്നതിനേക്കാൾ വ്യത്യസ്തമായ കോസ്റ്റ്യൂം വേണ്ടത് എന്തിനാണ്? സാധാരണക്കാരുന്ന വസ്ത്രം ഇട്ടാൽ അതുപോരാ. അവിടെ വൈവിധ്യം വേണം, അവിടെ വ്യത്യാസം വേണം. അതെന്തിനാണ്? അതാരും ചോദിക്കില്ല. അങ്ങനെ വസ്ത്രങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് നല്ലതാണെങ്കിൽ ചിന്തകളിൽ വ്യത്യാസം നല്ലതാണ്. ഇത്ര പ്രയാസം എന്താണ്? ഇപ്പം അച്ഛൻ ചിന്തിക്കുന്നത് പോലെ സാധാരണ വിശ്വാസം ചിന്തിക്കണമെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ മെത്രാൻ ചിന്തിക്കുന്നത് പോലെ അച്ഛൻ ചിന്തിക്കണമെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഇതുണ്ടാക്കി വെച്ചത്? ആലോചിക്കണ്ടേ? അപ്പോൾ ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. നാം മനസ്സിലാക്കണം, നാം പഠിച്ചു വച്ചിരിക്കുന്നത് മുഴുവനും ജീവൻ്റെ സ്വഭാവത്തിനും ജീവൻ്റെ മർമ്മത്തിനും ഘടകവിരുദ്ധമാണ്. അതുകൊണ്ടാണ് നാം ഈ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ, പ്രയാസങ്ങൾ, ഭീകരമായ അവസ്ഥകൾ മുഴുവനും അതുകൊണ്ട് തന്നെയാണ്. എവറിത്തിങ് ദറ്റ് വി ഹവ് ക്രിയേറ്റഡ് ഈസ് ആൻറ്റി ലൈഫ്. നമ്മൾ ഇവിടെ അഭിമാനത്തോടുകൂടെ പറയുന്നത് മുഴുവനും മരണമർമ്മത്തോട് തുല്യമാണ്, അതിനോട് പറ്റി നിൽക്കുന്നതാണ്. ഇനിയും ഭൂമിയെ നോക്കി പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാകുന്ന സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോകുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? 2 പരസ്പര വ്യത്യസ്തമായ ദിശകളിലേക്ക് വലിക്കുന്ന ശക്തികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് മാത്രമേ ഒരു പഥത്തിൽ, ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? 2 കോൺട്രറി ഫോഴ്സസ്, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഫോഴ്സസ്. അതിൻ്റെ ഫിസിക്സിൽ
സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നും പറയും. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലോട്ട് വലിക്കുക. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കുക. അപ്പം അങ്ങോട്ട് വലിക്കുകയും ഇങ്ങോട്ട് വലിക്കുകയും തികച്ചും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രണ്ട് ഓപ്പോസിറ്റ് ദിശകളിലേക്ക് വലിക്കുന്ന ശക്തികളുണ്ടെങ്കിൽ മാത്രമേ ഇത് സ്ഥിരമായി ഒരു ഭ്രമണപഥത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. ഇതിന് വ്യത്യാസം വന്നാൽ ഒന്നിൽ അങ്ങോട്ട് വീഴുമോ അല്ല ഇങ്ങോട്ട് തെറിച്ചു പോകും. അതുകൊണ്ട് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസ്, ഓപ്പോസിറ്റ് ഫോഴ്സസ് അത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ പറയുന്നത് മുഴുവനും അതുപോലെ അങ്ങ് അംഗീകരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രേരിപ്പിക്കാൻ സഹായിച്ചവരാരാണ്? എന്നോട് വിയോജിച്ചവരാണ്. പക്ഷേ വിയോജിക്കുക എന്നതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. അപലപിക്കുക എന്നല്ല. ഒരാശയം പറഞ്ഞു, അത് എത്ര വലിയ ബുദ്ധിരാക്ഷസനാണെങ്കിലും ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. ആരും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും തെറ്റുവരാത്ത വിധത്തിൽ എല്ലാ സത്യവും എല്ലാ യാഥാർത്ഥ്യവും ഇതാ ഞാൻ വെളിപ്പെടുത്തുന്നു എന്ന വിധത്തിൽ ആർക്കും പറയാൻ അവകാശപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ ആ പരിമിതികൾ എനിക്ക് മനസ്സിലാകത്തക്കവണ്ണം എന്നോട് വിയോജിപ്പ് നടത്തുന്ന ഒരാളെ കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. അല്ല ഞാൻ പറയുന്ന പൊട്ടത്തിനും കേട്ടോ ഒന്നാം തരം ഫാന്റാസ്റ്റിക്, ഇതിനപ്പുറത്തൊരു സത്യമില്ല, വലിയ ചിന്തകൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രയോജനമില്ല. അതുപോലെ തന്നെ പൊട്ടനാണ്, കിഴവനാണ്, ഒരു മൂലയ്ക്കിരുന്നുകൊണ്ട് കുഴക്കട്ട കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് പ്രയോജനമില്ല. എനിക്ക് പ്രയോജനം വരുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിലുള്ള ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമാത്ര പ്രസക്തമായി താങ്കൾ പറയുന്ന ഈ കാര്യം ഇന്ന കാരണം കൊണ്ട് ശരിയല്ല, അല്ലെങ്കിൽ അത് അപൂർണമാണ്, അല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അനുഗ്രഹമുണ്ടാകും, എനിക്കവിടെ നേട്ടമുണ്ടാകും, നന്മയുണ്ടാകും, വളരാൻ എന്നെ സഹായിക്കും. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ വളരെ ആവശ്യമാണ്. പക്ഷേ അല്പത്തരത്തിലിരിക്കുന്ന മനുഷ്യരെങ്ങനെയാണ്? ഞാൻ പറയുന്നതിനോട് അല്പം ഒന്ന് വിയോജിക്കുന്നവൻ എൻ്റെ ശത്രുവാണ്. സഭകളുടെ ഉള്ളിലെല്ലാം പറ്റുന്ന വലിയ അപകടം ഇതാണ്. എന്തുകൊണ്ടാണ് സഭയുടെ ഉള്ളിലുള്ള ജീവിതം അടിമത്തത്തിൻ്റെ അവസ്ഥയായി പോയതെന്താണ്? ഈ ഒരു മർമ്മം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾ ഒന്നിൽ കൈക്കൂലി കൊടുത്ത്, അല്ലെങ്കിൽ തല നരച്ചത് കൊണ്ട്, അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട്, അല്ലെങ്കിൽ കുടുംബ മഹിമ കൊണ്ട് ഒരു മെത്രാനാകും. അന്ന് തൊട്ട് അദ്ദേഹം പറയുന്നത് മുഴുവനും ദൈവവാക്യമാണ് എന്നും പറഞ്ഞിങ്ങനെ ആളുകളിങ്ങനെ കുമ്പിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തട്ടുകേടാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹത്തിന് ആ വിവേകമില്ലെങ്കിൽ അദ്ദേഹത്തെ ദൈവമായിട്ട് കൊണ്ടുനടക്കുന്ന ഈ വിശ്വാസികൾ അവരെങ്ങനെ മനസ്സിലാക്കും? ഇതുകൊണ്ടാണ് സഭാജീവിതം ബൗദ്ധികമായ വലിയ ദാരിദ്ര്യത്തിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നു. വാസ്തവത്തിൽ ഈ ഒരവസ്ഥയിൽ കഴിയുകയും വളരുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരു സാമാന്യ രീതിയിൽ പോലും ചിന്തിക്കുവാനോ ഏതെങ്കിലും വിധത്തിൽ യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുവാനോ ആജീവനാന്തം അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ കഴിയുകയാണ്. എന്താണ്? വൈരുദ്ധ്യങ്ങളുടെ ആ നന്മ, അതിൻ്റെ റെലവൻസ്, അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. നാം വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾ ഏറ്റവും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് വളരെ ആവശ്യമാണ് വൈരുദ്ധ്യങ്ങൾ, ഡിസെൻറ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, റെസിസ്റ്റൻസ്. ഇതില്ലെങ്കിൽ നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല. അപ്പോൾ അത് ഭൂമിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ശക്തി, ആകർഷണത്തിൻ്റെ ശക്തി, വികേന്ദ്രീകരണത്തിൻ്റെ ശക്തി, സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്, രണ്ട് ദിശയിലേക്കാണ് വലിക്കുന്നത്. അതുകൊണ്ടിത് അതിൻ്റെ നില കാത്തു സൂക്ഷിക്കുന്നു. ഇറ്റ് റിമെയിൻസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ
എന്നാൽ അതേസമയം തന്നെ എൻ്റെ മേശപ്പുറത്തൊരു കല്ല്, ഇപ്പോൾ ഒരു പുസ്തകം ഞാൻ എടുത്ത് വെക്കുകയാണ്. അതിനകത്ത് ഈ വൈരുദ്ധ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇതിൽ ചലനാത്മകതയില്ല. അതേസമയം ഈ പുസ്തകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതിൽ 2 വ്യത്യസ്തമായ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുന്ന ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സഭാജീവിതത്തിൽ നമുക്ക് ഈ വൈരുദ്ധ്യാത്മകമായ അവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്ത എന്താണ്, നമ്മൾ സഭയിൽ പോയി ഇതാണ് അവിടെ ഇരിക്കുകയാണ്, ഒരു 500 കല്ലുകൾ അവിടെ വെച്ചിരിക്കുന്നു എന്ന പോലെ നിർജീവമായി യാതൊരു ചലനാത്മകതയുമില്ല നമ്മളവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു മാന്യനായ മിടുക്കനായ കത്തോലിക്ക അച്ഛൻ കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ. വാസ്തവത്തിൽ ഞാനതുകൊണ്ട് മനസ്സിലാക്കിയത് വിശ്വാസികളെല്ലാം വെറും കല്ലുകളാണ്. അച്ഛൻ അവരെ പെറുക്കി ഇവിടെ കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കും, അവിടെ കൂമ്പാരമായിട്ടിട്ടാൽ അവരവിടെ കിടക്കും. കല്ലുകളാണ്, വെറും കല്ലുകളാണ്. അല്പം പോലും ചലനാത്മകതയില്ല. പിന്നെ കല്ലല്ല, പിന്നെ പല്ലാണ്. ഇങ്ങനെ നാം ആയിപ്പോയി എന്ന് മാത്രവുമല്ല, അതിനേക്കാൾ വലിയ അപകടമാണ് ഇങ്ങനെയാകുന്നതാണ് ഭക്തി, ഇങ്ങനെയാകുന്നതാണ് ക്രിസ്ത്യാനിയുടെ ഗുണം, ഇതാണ് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന് പറയുന്ന ഈ ആത്മഹത്യാപരമായ തെറ്റിദ്ധാരണയിൽ ജനലക്ഷങ്ങൾ പട്ടുപോകുന്നുവല്ലോ എന്നോർക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപമകൾ എൻ്റെ മനസ്സിൽ എങ്ങനെയോ ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സമയം അല്പം ഞാൻ ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഉദാരമായ സംഭാവന ചെയ്യുന്നതിനോടുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭൂമിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ.